ബാക്കിയുള്ളൂ. പക്ഷെ ഇപ്പൊ അവന്റെ ജീവനും അപകടത്തിലാണ്. ഞാൻ വാമ്പയർ കാലനെ കൊന്നിട്ട് വാമ്പയർ ലോകത്തെ പാവത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്ന് ശരി, എങ്കിൽ ഈ മിഷനിൽ നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് കൂടി അവസരം എന്താ? ഒന്നിന് പകരം 3. വേണ്ട, എന്റെ എല്ലാ കാര്യം ഞാൻ തനിച്ചാണ് ചെയ്യുന്നത്. ഈ യുദ്ധത്തിൽ ഞാൻ തനിച്ച് തന്നെ വിജയിക്കും. വാമ്പയർ കാലന്റെ കൗണ്ട് ഡൗൺ ഇതോടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച വാമ്പയർ ലോകത്തേക്ക് ചെല്ലണം. നീ എനിക്ക് വാക്ക് തന്നതല്ലേ, ഒരു പ്രാവശ്യം നീ എനിക്ക് ദിവ്യശക്തി കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ റേവൻ സിംഹത്തെ നശിപ്പിക്കാൻ നീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതല്ലേ? നമ്മുടെ ജോലി ഇനിയും പൂർത്തിയായിട്ടില്ല. എനിക്ക് ഏറ്റവും നല്ല വാമ്പയറിന്റെ രൂപം ആവശ്യമുണ്ട്. അതെനിക്ക് നിന്റെ വാമ്പയർ ലോകത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ. ജോലി ജോലി ജോലി, ഇതിൽ കൂടുതൽ ഒരു ജോലിയും ചെയ്യില്ല. എനിക്കിപ്പോൾ റേവൻ സിംഹത്തെ നശിപ്പിച്ചേ പറ്റൂ. സൈറസിനെ കൊന്നിട്ട് എനിക്ക് വാമ്പയർ ലോകം മൊത്തം ഭരിക്കണം. നീ മിണ്ടാതെ ചെന്ന് മൾട്ടിവേഴ്സിന്റെ വാതിലുകൾ തുറക്കണം. എന്നെ വാമ്പയർ ലോകത്തേക്ക് പോകാൻ നീ അനുവദിക്കണം. വേണ്ട കാല, അത് വേണ്ട. ഞാൻ അറിയാതെ പറഞ്ഞു പോയില്ല. ഇനി നീ കാലന്റെ നേരെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. നരകലോകത്തിലുള്ള എല്ലാവരും മരിച്ചിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ പേടിച്ചു വരുന്നു. പക്ഷേ നിനക്ക് ഈ നരകലോകത്ത് നിന്ന് പുറത്തു പോകണമെങ്കിൽ നിന്നെ അങ്ങോട്ട് അയക്കാൻ ഈ കാലനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇനി എന്നെ കുറിച്ച് ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ വിട്ട് എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സന്തോഷമായിട്ട് ഇവിടെ തന്നെ നിന്നോളാം. പക്ഷെ ഞങ്ങൾക്ക് പോയേ പറ്റൂ. വാമ്പയർ ലോകത്തേക്ക് പോകണം. അവിടെ ചെന്ന് ആ നല്ല വാമ്പയറിന്റെ രൂപം എനിക്ക് എടുക്കണം. ഇപ്പോ നിനക്ക് ജോലി ചെയ്യാൻ തോന്നുന്നുണ്ടോ വാമ്പയർ കാൽ? നമ്മളിൽ ഏറ്റവും നല്ലവരും ഏറ്റവും പഴയതുമായ സൈറസിനെ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അവനെ റേവൻ സിംഹം ഏതോ കോട്ടയ്ക്കകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതിന്റെ ചാവി റേവൻ സിംഹത്തിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. എന്നാൽ ആദ്യം റേവൻ സിംഹത്തെ തേടി കണ്ടെത്തണം. അതെ, പക്ഷേ അവൻ എവിടെയാണ് അതെനിക്കറിയില്ല. ആ കാര്യം നമുക്ക് ബേഡിയ സിംഹം പറഞ്ഞു തരും. എന്റെ പേര് കാൽബേഡിയ എന്നാണ്. നീ അറിയാതെ ബേഡിയ സിംഹം എന്നാണ് പറഞ്ഞത്. അതിന് ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. മരമണ്ടന്മാരെ, ഞാൻ ബേഡിയ സിംഹത്തിന്റെ കാര്യമാ പറഞ്ഞത്. ഈ ദിവ്യശക്തിയും എന്റെ ശക്തിയും ഒന്നിച്ചു ചേർത്ത് എനിക്ക് അവന്റെ ബ്രെയിനിനകത്തേക്ക് കയറി ചെല്ലാൻ പറ്റും. അവന്റെ ബ്രെയിനിനകത്തേക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ബേഡിയ സിംഹവും ലിറ്റിൽ സിംഹവും വാമ്പയർ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ എനിക്കറിയാം ബേഡിയ സിംഹം ഇപ്പോൾ എവിടെയുണ്ടെന്ന്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ദിവ്യശക്തി അത് തട്ടിപ്പറിച്ചു കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മാനമുണ്ട്. നന്ദിയുണ്ട് കാല. ഇത് അടിപൊളിയായിട്ടുണ്ട് കാല. ഇനി ചെല്ലാൻ കാൽ, നിന്റെ ലോകത്തിലേക്ക് ചെന്ന് നിന്റെ അതിഥികളെ വരവേൽക്കുക. കാൽ 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 തുറക്കട്ടെ മഹാബ്രഹ്മാണ്ടത്തിന്റെ മായാജാലം.
നീ എവിടേക്കാ പോകുന്നത്? അവൻ നമ്മളോട് പറഞ്ഞതല്ലേ നമ്മളുടെ ഒപ്പം ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷെ നമുക്ക് അവന്റെ ഒപ്പം ചേർന്ന് എന്തെങ്കിലും ചെയ്യാലോ. നമ്മുടെ ശക്തി തന്നെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ്. ഈ വേട്ട ലോകത്ത് വേട്ടക്കാരനെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ രേവൻ സിംഗ് തീർച്ചയായിട്ടും അവനെ കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ അവനെ രഹസ്യമായി നമുക്ക് ഫോളോ ചെയ്യാന്നാണ് പറയുന്നത്. അതെ, അത് തന്നെയാണ്. എന്ന് വാ. അവൻ പെട്ടെന്ന് എവിടേക്കാ പോയത്? നമുക്ക് ആ വഴിക്ക് ചെന്ന് നോക്കാം. അതുപോലെ തന്നെയുണ്ട്. വാമ്പയർ കാലൻ ഇതുവഴിയാണ് രക്ഷപ്പെട്ടത്. ആ വാമ്പയർ കാലൻ തിരിച്ചെത്തിയെന്ന് തോന്നുന്നു. നീ ആരാണ്? ഞാനാണ് നിന്റെ വളരെ ക്രൂരനായ കാലൻ. നീ തെറ്റായ ചോദ്യമാണ് ചോദിച്ചത് രേവൻ സിംഗ്. ഇങ്ങനെ ചോദിക്ക്, എനിക്കിപ്പോൾ എന്താണ് വേണ്ടതെന്ന്. നീ ആഗ്രഹിച്ചതൊന്നും എന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ രേവൻ സിംഗ് നിന്നെ വളരെ മോശം അവസ്ഥയിലാക്കും. വലിയ വലിയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. നിന്നെ ഒരു വഴിക്കാക്കുന്ന കാര്യത്തില് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകും. എന്തു പറയുന്നു വാമ്പയർ ഖാൻ? നീ ആരായാലും ശരി, എനിക്കതൊന്നും കാര്യമല്ല. പക്ഷെ നീ എനിക്കും വാമ്പയർ കാലനും ഇടയിൽ കയറി വന്നാൽ ആദ്യം നിന്നെ ആക്രമിക്കുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും. ഇരുട്ടിന്റെ ശക്തി, കാറ്റിന്റെ വേഗം. എന്റെ പേരാണ് രേവൻ സിംഗ്. എങ്ങനെയുണ്ട് എന്റെ പുത്തൻ പുതിയ ടോയ്? വീണ്ടും കളിക്കണോ? അവന്റെ കയ്യിൽ നിന്ന് താക്കോൽ തട്ടിയെടുക്ക.
ഞാൻ നിന്നെ ചവിട്ടിയരച്ച് കൊല്ലാൻ പോവുകയാണ് പ്രേമൻ സിംഹം.